ശബ്ദം കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്രയും സ്നേഹം, ബഹുമാന, ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട ക്ലിനിക്സുകൾ സുഹൃത്തുക്കളെ, ഒരുപാട് നാളുകൾക്ക് ശേഷം നിങ്ങളുമായി വീണ്ടും സംവദിക്കാൻ ഒരവസരം കിട്ടി. പരപ്പനങ്ങാടിന്നോ മറ്റോ ഒരു ലൈവ് ഇൻഷാ അല്ലാഹ് എത്താനുണ്ട്. അത് എത്തുന്ന സമയം വരെ ഒരു അരമണിക്കൂറോ മറ്റോ ഒരു അല്പസമയം ഇൻഷാ അല്ലാഹ് ലൈവായി തുടരാമെന്ന് വിചാരിച്ച് മാത്രം മൈക്കിലേക്ക് വന്നതാണ്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് റെഗുലർ ആയിട്ടുള്ള ലൈവ് പരിപാടികളുമായി ഇൻഷാ അല്ലാഹ് നമുക്ക് മുന്നോട്ട് പോകാം. അല്ലാഹു സുബ്ഹാനഹു പടിഞ്ഞാറങ്ങാടിയല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറയുന്നതും കേൾക്കുന്നതും അവന്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലാക്കി അല്ലാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായ ഒരു വാർത്ത ആദ്യം തന്നെ KMIC-യുടെ കൂട്ടുകാരെ അറിയിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് പതിയെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അറിയിക്കും. എന്നിരുന്നാലും ഞാൻ അറിഞ്ഞ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് ഒരല്പം അതിന്റെ ഒരു ആമുഖം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ചുള്ള ഒരു പ്രബന്ധം അഥവാ ഒരു റിസർച്ച് പേപ്പർ ഇന്റർനാഷണൽ ഇന്റർനെറ്റ് കോൺഫറൻസ്, ഈ വർഷം ഹൈദരാബാദിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇന്റർനെറ്റ് കോൺഫറൻസിൽ കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിനെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തന രീതികളെയും അതിന്റെ ഉദ്ഭവത്തെയും അതിന്റെ കണ്ടൻസുകളെയും ഒക്കെ അടങ്ങിയിട്ടുള്ള വളരെ ബൃഹത്തായ ഒരു റിസർച്ച് പേപ്പർ ഹൈദരാബാദിൽ നടക്കുന്ന ഇന്റർനെറ്റ് കോൺഫറൻസിൽ ഇൻഷാ അല്ലാഹ് ഈ വർഷം നമ്മുടെ ഒരു സുഹൃത്ത് അവതരിപ്പിക്കാനിരിക്കുന്നു. അത് വളരെയധികം സന്തോഷത്തോടു കൂടി നിങ്ങളെ എവരെയും അറിയിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെക്കാം. അതാണ് ആദ്യമേ എനിക്ക് സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കാനുള്ള ഒരു കാര്യം. നമ്മുടെ KMIC ആഗോളതലത്തിൽ അൽഹംദുലില്ലാഹ് കൂടുതൽ പ്രശസ്തിയിലേക്കും അതുപോലെ ഉയരങ്ങളും കീഴടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്നും കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ച് ഇൻഷാ അല്ലാഹ് മൈക്കിൽ നിന്നും വിരമിക്കാം. ആദ്യമായി നാമൊക്കെയും ഇന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ നാടുകളിൽ ആരും തന്നെ ഇല്ല എന്ന് പറയാം. ഇന്ന് മൊബൈൽ ഫോൺ 1ഉം 2ഉം ഒക്കെ മാറി ഇന്ന് 3ഉം 4ഉമായി ഓരോ ആളുകളുടെ കയ്യിലും മൾട്ടി സിം, ഡ്യുവൽ സിം തുടങ്ങി പല രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ ഇന്ന് ആളുകൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നാം ഉള്ളത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഥവാ എയിംസിൽ നടന്ന ഒരു പഠനത്തിൽ ഈ മൊബൈൽ ഫോണിന്റെ യൂസേജിനെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഞാൻ അറിഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആദ്യമായി, നാം ഫോൺ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കോൾ ചെയ്ത് അയാൾ കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ നാം ഫോൺ നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് വെക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാളെ ഫോൺ ചെയ്ത് ബെല്ലടിക്കുമ്പോൾ തന്നെ അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നമ്മുടെ ഫോൺ എടുത്ത് നമ്മുടെ ചെവിയുടെ അടുത്തേക്ക് വെക്കാൻ പാടില്ല. അതിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മൊബൈൽ ഫോൺ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊബൈൽ ഫോൺ അതിന്റെ മാക്സിമം സിഗ്നലിംഗ് പവറായ 2 വാട്ട്സ് ആണ് അത് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോൺ നമ്മൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയൽ ചെയ്യുന്ന സമയത്ത് കോള് പോകുന്ന സമയത്ത് അതിന്റെ മാക്സിമം സിഗ്നലിംഗ് പവറാണ് ആ സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നത്. അത് 2 വാട്ടായിട്ടാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും 2 വാട്ട് അല്ലെങ്കിൽ 33 dBi ഡെസിബൽസ്, ഇത്രയും വളരെ കൂടുതലായിട്ടുള്ള ഒരു വൈദ്യുതി നമ്മൾ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ചെവികളെ അത് വളരെ കൂടുതലായി ബാധിക്കുകയും പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങളിലേക്കും പോകാൻ സാധ്യതയുള്ളതായിട്ട് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫോൺ ഡയൽ ചെയ്ത്
റെസിപ്പിയന്റ് അല്ലെങ്കിൽ വിളിക്കുന്ന ആള് ഫോൺ അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങളുടെ ചെവിയുടെ അടുത്തേക്ക് ഫോൺ കൊണ്ടുവരാൻ പാടുള്ളൂ. അല്ലാതെ ആദ്യമേ തന്നെ കോൾ ചെയ്താൽ ഉടനെ തന്നെ ഫോൺ ചെവിയുടെ അടുത്തേക്ക് വെക്കാൻ പാടില്ല. രണ്ടാമതായി മറ്റൊരു കാര്യം, ഫോൺ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ കഴിവതും ഇടത്തെ ചെവി വെച്ചിട്ട് ഫോൺ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഫോൺ ഉപയോഗിക്കുന്നവരൊക്കെ സാധാരണ നമ്മളൊക്കെ വലത്തെ ചെവി വെച്ചിട്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ലെഫ്റ്റ് ഇയർ അല്ലെങ്കിൽ ഇടത്തെ ചെവി ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്. കാരണം വലത്തെ ചെവി ഫോൺ വിളിക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മൊബൈൽ ഫോൺ അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സുകളുണ്ട്. വലത്തെ ചെവിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിനെ അത് ഡയറക്റ്റായി ബാധിക്കാൻ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് റൈറ്റ് ഇയർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇറ്റ് വിൽ അഫക്ട് യുവർ ബ്രെയിൻ ഡയറക്ട്ലി. പക്ഷെ ഇടത്തെ ചെവിയാണ് യൂസ് ചെയ്യുന്നെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. ഇത് അപ്പോളോ മെഡിക്കൽ ടീം അല്ലെങ്കിൽ ചെന്നൈയിലുള്ള അപ്പോളോ ഹോസ്പിറ്റലിൽ നടന്ന ഒരു പഠനത്തിൽ കണ്ടെത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കഴിവതും ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഒന്നാമതായി റെസിപ്പിയന്റ് ഫോൺ എടുത്തതിന് ശേഷം മാത്രം ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുവരിക. രണ്ടാമതായിട്ട് ഇടത്തെ ചെവി ഉപയോഗിച്ച് മാത്രം കഴിവതും ഫോൺ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. ഇത് രണ്ടും ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ 2 മെഡിക്കൽ കോളേജുകളിൽ നടന്ന പഠനത്തെ ആസ്പദമാക്കി ഞങ്ങളുടെ ഒരു മാഗസിനിൽ പ്രസിദ്ധീകരിച്ച 2 വസ്തുതകളാണ്. അടുത്തതായി, നമ്മുടെ നാടുകളിലൊക്കെ വളരെ കൂടുതലായിട്ട് കുട്ടികൾ, ഒരുപക്ഷെ ഗൾഫ് നാടുകൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വളരെ കൂടുതലായി കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒരു ഡ്രിങ്ക്സ് ആണ് ആപ്പി ഫിസ്. ആപ്പി ഫിസ് എന്ന് പറയുന്ന ഡ്രിങ്ക്സ് എല്ലാവർക്കും നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ആപ്പി ഫിസിൽ ക്യാൻസർ കോസിംഗ് ഏജൻസ് അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന പല മാരകമായ പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. മൂന്നാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ വളരെ കൂടുതലായിട്ട് കഴിക്കുന്ന, ഇന്നിപ്പോ പത്രങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞു, കാഡ്ബറീസിൽ പിക്കിന്റെ അല്ലെങ്കിൽ പന്നിയുടെ നെയ്യ് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ പത്രമാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്റർനാഷണലി വരുന്ന പല പ്രോഡക്ട്സിന്റെയും ഉപയോഗ അല്ലെങ്കിൽ അതിന്റെ സുരക്ഷ പലപ്പോഴും മുൾമുനയിൽ അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇന്ന് വളരെ കൂടുതലായി, ഒരുപക്ഷെ നാട്ടിലൊക്കെ വളരെ കൂടുതൽ കുട്ടികൾ, ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ആപ്പി ഫിസ് എന്ന് പറയുന്ന കോൾഡ് ഡ്രിങ്ക്സ്. അതുപോലെ തന്നെ മെൻഡോസ് എന്ന് പറയുന്ന ഒരു മിഠായി ഇന്ന് വളരെ കൂടുതലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വിപണനം ചെയ്യുന്നുണ്ട്. മെൻഡോസ് ഒരുപക്ഷെ ഗൾഫ് നാടുകളിലൊക്കെയും മെൻഡോസ് വളരെ കൂടുതലായിട്ട് കാണും. അപ്പോളോ അല്ല ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ റിസർച്ച് ടീം കണ്ടെത്തിയിരിക്കുന്നത് പെപ്സി അല്ലെങ്കിൽ കോക്ക് പോലുള്ള ശീതളപാനീയങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം മെൻഡോസ് കഴിക്കുകയാണെങ്കിൽ ദ പേഴ്സൺ വിൽ ഇമ്മീഡിയറ്റ്ലി ഡൈ. ആ കഴിക്കുന്ന ആൾ ഉടൻ തന്നെ മരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ പെപ്സിയിലും അല്ലെങ്കിൽ കോക്കിലും അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥവും മെൻഡോസിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങളും തമ്മിൽ മിക്സ് ആയിട്ട് അത് ശരിക്കും പറഞ്ഞാൽ സയനൈഡായി മാറും എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളൊക്കെ ഒരുപക്ഷെ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ പലപ്പോഴും മെൻഡോസ് ഒരുപാട് കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, മെൻഡോസിന്റെ കൂടെ പെപ്സിയോ കൊക്കോളയോ കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. കാരണം അത് കഴിച്ചാൽ ഉടൻ തന്നെ സയനൈഡ് ആയിട്ടുള്ള പോയിസൺ രൂപപ്പെടുകയും അതുവഴി ഉപയോഗിക്കുന്ന ആള് എത്രയും പെട്ടെന്ന് മരിച്ചു പോകാനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം, നമ്മൾക്ക് ചെറിയൊരു പനി വന്നാൽ നമ്മുടെ നാട്ടിൽ മെൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായി ലഭിക്കുന്ന ഒരു ചെറിയ മുട്ടായിയാണ് മെൻഡോസ്. ടി വിയിലൊക്കെ വളരെ കൂടുതലായി പരസ്യമുള്ള ഒരു സംഭവമാണ് മെൻഡോസ്. ഗൾഫ് നാടുകളിലും ഉണ്ടല്ലോ മെൻഡോസ്. ഗൾഫിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ മെൻഡോസ് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പക്ഷേ നമുക്കൊക്കെ പനി വരുമ്പോൾ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഒരു മിഠായിയാണ് വിക്സ് ആക്ഷൻ 500. എപ്പോഴും ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ ചുമ്മാതെയെങ്കിലും വാങ്ങിക്കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ വിക്സ് ആക്ഷൻ 500. എല്ലാവരും ഒരുപക്ഷെ പലപ്പോഴും നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടാകും. പക്ഷെ പഠനങ്ങൾ തെളിയിക്കുന്നത്
ഈ ഗുളികകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിഠായികൾ വിക്സ് ആക്ഷൻ 500, അതുപോലെ ഡി കോൾഡ്, അതുപോലെ തന്നെ പിന്നെ നൈസ്, നിമിലുഡ് പോലെയുള്ള ഇത്തരം മിഠായികളൊന്നും വാങ്ങി കഴിക്കരുത്. കാരണം ഇവയിൽ വളരെ 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 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഫിനൈൽ പ്രൊപ്പനോൾ അമൈഡ് എന്ന് പറയുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം പിടിപെടാൻ വളരെ കൂടുതൽ സാധ്യതയുള്ള കെമിക്കൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ ഈ വിക്സ് ആക്ഷൻ 500, അതുപോലെ ഡി കോൾഡ് തുടങ്ങിയ മരുന്നുകളും ടാബ്ലറ്റുകളും ഗുളികകളും മിഠായികളും ഒന്നും യാതൊരു കാരണവശാലും നമ്മൾ പനി വരുമ്പോഴോ അല്ലാതെ ഒന്നും തന്നെ വാങ്ങിക്കഴിക്കാൻ പാടില്ല. അത് ശരിക്കും പറഞ്ഞാൽ അത് ഈ അടുത്ത സമയത്ത് റിസർച്ചിലൂടെ തന്നെ കണ്ടെത്തിയതാണ്. വിക്സ് ആക്ഷൻ 500 പോലത്തെ ഗുളികകൾ എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു മിഠായിയുടെ ഒരു ലാഘവത്തോടെ നമ്മൾ കഴിക്കുന്നു എങ്കിലും അതിലടങ്ങിയിരിക്കുന്ന കണ്ടൻസ് പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞതുപോലത്തെ ഫിനൈൽ പ്രൊപ്പനോൾ അമൈഡ് എന്ന് പറയുന്ന ഈ സ്ട്രോക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പക്ഷാഘാതം വരുത്താൻ വളരെ കൂടുതൽ സഹായകരമാകുന്ന ഒരു കെമിക്കലാണ്. പലപ്പോഴും ഇതൊന്നും നമ്മൾക്കറിയില്ല. നമ്മളൊക്കെ വളരെ കൂടുതലായിട്ട് നമ്മൾ ഒരുപക്ഷെ വാങ്ങിക്കഴിക്കുന്ന മിഠായികളും അതുപോലെ ഗുളികകളും ഒക്കെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി ഇപ്പോൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ചിപ്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ലെയ്സ്, കുർക്കുറെ പോലുള്ള സാധനങ്ങൾ. ലെയ്സ്, കുർക്കുറെ. അപ്പൊ കുർക്കുറയെ പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ അതിൽ നിന്നും മനസ്സിലായത് കുർക്കുറെ കഴിക്കരുത്, കാരണം അതിൽ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണെന്നാണ്. ദ എമൗണ്ട് ഓഫ് പ്ലാസ്റ്റിക്, കുർക്കുറെ എന്ന് പറയുന്ന ആ ചിപ്സിൽ അതിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കുർക്കുറയുടെ പാക്കറ്റ് വാങ്ങി നിങ്ങൾ ഒരു തീയിലേക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും പ്ലാസ്റ്റിക് ഇങ്ങനെ ഉരുകി ഒലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്നാണ് ഇതിനെപ്പറ്റി പഠനം നടത്തിയ ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മിഠായികളോ അല്ലെങ്കിൽ കുർക്കുറെ, അതുപോലെ തന്നെ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മെൻഡോസിന്റെ മിഠായികൾ, അതുപോലെ തന്നെ അതുപോലെ ഈ വിക്സ് ആക്ഷൻ 500, കോൾഡാറിൻ പോലത്തെ മരുന്നുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം, അല്ലെങ്കിൽ അത് വളരെ കഴിവിന്റെ പരമാവധി ഇത്തരത്തിലുള്ള വസ്തുക്കളൊക്കെ നാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വിചിത്രമായ കാര്യം, നമ്മളൊക്കെ കോട്ടൺ ബഡ്ഡുകൾ ഉപയോഗിക്കുന്നവരാണ്. പലപ്പോഴും ഈ ചെവിയുടെ അസ്വസ്ഥത വരുമ്പോൾ അല്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും ചൊറിച്ചിലോ മറ്റോ ഒക്കെ വരുമ്പോൾ ബഡ്സ് വളരെ കൂടുതലായി നാം ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ ബഡ്സിന്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നാം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പഠനങ്ങൾ തെളിയിക്കുന്നത് പലപ്പോഴും ഈ ബഡ്സിൽ ഉപയോഗിക്കുന്ന പഞ്ഞി ഇത് റീസൈക്കിൾ ചെയ്യാത്ത അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്ന പഞ്ഞികളല്ല. പലപ്പോഴും വലിയ വലിയ ഹോസ്പിറ്റലുകളിലെ പിന്നാമ്പുറങ്ങളിൽ നിന്നും തെള്ളുന്നതോ അല്ലെങ്കിൽ അതുപോലെ മറ്റ് ഓൾറെഡി ഉപയോഗിച്ചു കഴിഞ്ഞതായ പഞ്ഞികളാണ് പലപ്പോഴും ഈ കോട്ടൺ ബഡ്ഡുകളിൽ ഉപയോഗിക്കുന്നതെന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവയുടെയൊക്കെ ഇവയൊക്കെ എത്രമാത്രം സുരക്ഷിതമാണ്, അല്ലെങ്കിൽ ഇവയൊക്കെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ പറ്റിയിട്ടുള്ള വലിയ ചോദ്യചിഹ്നങ്ങളാണ് ശരിക്കും ഇങ്ങനെയുള്ള പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഏതായിരുന്നാലും നിങ്ങളൊക്കെയും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള കഴിവിന്റെ പരമാവധി, ഗൾഫിലും അങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സനതുള്ളതാണ്. ഇത് പ്രസിദ്ധീകരിച്ചത് ഫാർമസി കൗൺസിലിന്റെ ജേണലിലാണ്. അതില് ഏത് മാസത്തെ ആണെന്ന് ചോദിച്ചാല് വോളിയം 11 ഇഷ്യൂ 4 ജനുവരി മാസത്തെ ജനുവരി മാസത്തെ പബ്ലിക്കേഷനിലാണ് ഇത് വന്നത്. ഫാർമസി കൗൺസിൽ ജേണൽ, ഒഫീഷ്യൽ പബ്ലിക്കേഷൻ ഓഫ് ദ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ, അതിലാണ് ഇതൊക്കെ വന്നത്. അപ്പൊ അതിന്റെ കോട്ടസി പറയുന്നത്, അല്ലെങ്കിൽ ഇത് പഠനം നടത്തിയ ടീം എന്ന് പറയുന്നത്, ആ ഡോക്ടറുടെ പേര് ഉൾപ്പെടെ അവർ പറയുന്നുണ്ട്. ഡോക്ടർ PS റോയ്, MD PhD, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനാറ്റമി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രത്തോളം വിശദമായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നടത്തിയ പഠനങ്ങളിൽ നിന്നാണ് ശരിക്കും ഇത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന പല സത്യങ്ങളും നാം മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ, ഞാൻ ഈ പറഞ്ഞ കുർക്കുറെ പോലുള്ള ചിപ്സുകളുടെ ഉപയോഗം വളരെ കൂടുതലായി നമ്മുടെ നാടുകളിൽ വ്യാപിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ വളരെ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ചിപ്സാണ് ഈ കുർക്കുറെ. ശരിക്കും അതിൽ അടങ്ങിയിരിക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ ശരിക്കും എത്രമാത്രം നമ്മുടെ ആരോഗ്യത്തിന്, കുട്ടികളുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുന്നത് വളരെയധികം നന്നായിരിക്കും.
അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്ന് പ്രത്യേകമായി. ഞാൻ ഈ വിഷയങ്ങൾ മറ്റ് ഒരു ക്ലാസ്സിലും പറഞ്ഞിട്ടില്ല, KMIC മാത്രമേ ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്ന് സാന്ദർഭികമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായി ഒരല്പം ചില കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നിർത്തും. നിങ്ങൾക്കറിയാം, എല്ലാവർക്കും ഇന്ന് വേദനയാണ്. നമുക്കൊക്കെയും എല്ലാ ആളുകൾക്കുമുള്ള ഒരു പ്രത്യേക അസുഖം, അല്ലെങ്കിൽ ഇന്ന് വേദന ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമാണ്. കൊച്ചുകുട്ടികൾ മുതൽ വലുതായിട്ടുള്ള ആളുകൾ, വയസ്സന്മാരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെയും വേദന എന്നൊരു പ്രത്യേകം അല്ലെങ്കിൽ ഒരു വലിയ ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ പ്രധാനമായിട്ടും വേദനയെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്ന വേദനകൾ, ഒന്ന് കഴുത്തുവേദന, മറ്റൊന്ന് നടുവേദന. ഇവ രണ്ടുമാണ് ഇന്ന് വളരെ കൂടുതലായിട്ട് ആളുകൾക്ക് കണ്ടുവരുന്ന വേദനകൾ. വേദനകൾ പലതും ഉണ്ടെങ്കിലും വളരെ കൂടുതലായി, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന രണ്ട് വേദനകളാണ് ഇന്ന് കഴുത്തിന്റെ വേദനയും മറ്റൊന്ന് നടുവേദനയും. ഈ കഴുത്തുവേദന KMIC പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമുക്കെയും വളരെ കൂടുതൽ സമയം ഒരുപക്ഷെ KMIC കേൾക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ലാസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതുമായി കമ്പ്യൂട്ടറിന്റെ മുന്നിൽ വളരെ കൂടുതൽ സമയം നമ്മൾ ചെലവിടാറുണ്ട്. പ്രത്യേകിച്ചും ഒരുപക്ഷെ ഇതിന്റെ അഡ്മിന്മാരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളൊക്കെ കൂടുതൽ സമയം കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ചെലവഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങൾ മാത്രം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കമ്പ്യൂട്ടർ വെക്കുന്ന സ്ഥലം, കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ അതെപ്പോഴും നമ്മുടെ കണ്ണിന്റെ നിരപ്പിലായിരിക്കണം. അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എവിടെയെങ്കിലും ഉയർത്തി വെച്ചിട്ട് നമ്മൾ താഴെ ഇരിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ താഴെയും നമ്മൾ മുകളിലോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല. കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ എപ്പോഴും കണ്ണിന്റെ നിരപ്പിൽ വേണം ആകാൻ. അതെല്ലാവരും വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതലായി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കമ്പ്യൂട്ടർ സ്ക്രീൻ കണ്ണിന്റെ നിരപ്പിൽ തന്നെ ആകാൻ ശ്രദ്ധിക്കുക. ഇനി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ പറയുകയാണ്. ആദ്യമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദീർഘസമയം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പലപ്പോഴും നമ്മളിങ്ങനെ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയിരിക്കുന്നതാണ് പലപ്പോഴും യുവാക്കളിലെ കഴുത്തുവേദനയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ പലപ്പോഴും അത് ഓഫീസ് ജോലിയുടെ തിരക്കിലോ മറ്റൊക്കെ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരുപാട് സമയം കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാര്യം എന്ന് പറയുന്നത്, കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ഒരു അല്പസമയം എഴുന്നേറ്റോ ചെറിയ തോതിലുള്ള വ്യായാമങ്ങൾ ചെയ്താൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഈ കഴുത്തുവേദനയും അതുപോലെ തന്നെ വളരെ കൂടുതലായിട്ട് നടുവേദനയും, ഒരുപാട് സമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് നടുവേദന വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദീർഘസമയം കമ്പ്യൂട്ടറിന് മുന്നിൽ ചലനരഹിതമായി അല്ലെങ്കിൽ ഒറ്റയെ ഇരിപ്പിരിക്കുന്നതാണ് പലപ്പോഴും നമുക്ക് ഇത്തരം വേദനകൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല്, ഇങ്ങനെയുള്ളവർ 1 മണിക്കൂറെങ്കിലും ഇടയ്ക്ക് 1 മണിക്കൂർ ഇടവിട്ടെങ്കിലും നേരിയ തോതിൽ, അതായത് ഒരു 11 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് ജോലി തുടങ്ങിയാൽ ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഒരല്പസമയം ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഒരല്പം വ്യായാമം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് പ്രത്യേകിച്ച് എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ആ കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വ്യായാമം ചെയ്യുന്നത് ഇത്തരം വേദനകൾ കുറയ്ക്കാൻ ഒരു പരിധി വരെ വളരെ നല്ലതാണ്. അപ്പൊ അത്തരത്തിലുള്ള വ്യായാമങ്ങൾ പ്രധാനമായിട്ടും ചെയ്യാൻ പറ്റുന്ന 2-3 വ്യായാമങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി നമുക്ക് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ കൈകൾ മുന്നോട്ട്, 2 കൈയും മുന്നോട്ട് നീട്ടിയിട്ട് ചുഴറ്റുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ പ്രത്യേകിച്ചും കൂടുതൽ സമയം കീപാഡിലും അതുപോലെ കീബോർഡിലും ഒക്കെ കൈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്നും ഒരു റിലീഫിന് വേണ്ടിയിട്ട് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരം നേരെ നിവർത്തി 2 കൈയും മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് അല്ലെങ്കിൽ 2 കൈയും മുന്നോട്ട് സ്ട്രെച്ച് ചെയ്ത് ചുഴറ്റുന്നത് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വേദനകൾ കുറയ്ക്കാൻ സഹായമാകുന്ന ഒരു എക്സസൈസാണ്. മറ്റൊരു എക്സസൈസ് 2 ദിശയിലേക്കും, അതായത് എതിർ ദിശകളിലേക്ക് തിരിയുക. വലത് ദിശയിലേക്കും ഇടത് ദിശയിലേക്കും തിരിയുന്നതും ഒരു പരിധിവരെ നടുവിന്റെ സ്ട്രെയിനും അതുപോലെ അവയുമായി ബന്ധപ്പെട്ടുള്ള വേദനകളും കുറയ്ക്കാൻ നല്ലതാണ്. മൂന്നാമതായിട്ട് നടുവിനും അതുപോലെ തോളിനും ഒക്കെ എക്സസൈസ് അല്ലെങ്കിൽ അവയുടെ വേദന കുറയ്ക്കാനായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2 കൈയും പിറകിലേക്ക് കെട്ടി വലത്തെ സൈഡിലേക്കും ഇടത്തെ സൈഡിലേക്കും തല ചായ്ക്കുക അല്ലെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത്
ഒരു പരിധിവരെ ഈ വേദനകൾ കുറയ്ക്കാൻ, ഇങ്ങനെ വേദനകൾ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇങ്ങനെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഒരല്പസമയം എഴുന്നേറ്റ് നിന്നുകൊണ്ടോ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്താൽ തന്നെ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് സമയം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ചെലവിടുന്ന ആളുകൾക്ക് ഒരു പരിധിവരെ നമുക്ക് ഇത്തരത്തിലുള്ള വേദനകൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും എന്നതാണ് വാസ്തവം. ഇനി കഴുത്തുവേദനയെ പറ്റി പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന സൂചനകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, 2 ആഴ്ചയോളം അല്ലെങ്കിൽ ഒരു 14-15 ദിവസത്തോളം പരിപൂർണ വിശ്രമം എടുത്തിട്ടും വിട്ടുമാറാത്ത കഴുത്തുവേദനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമായി എടുക്കണം. സാധാരണ നിലയിലുള്ള വേദനകൾ പലപ്പോഴും റെസ്റ്റ് എടുത്താൽ തന്നെ, തലങ്ങണി ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ കുറച്ച് സമയം കിടക്കുമ്പോഴോ ഒക്കെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് സമയം കംപ്ലീറ്റ് ആയിട്ട് റെസ്റ്റ് എടുത്താൽ തന്നെ പല വേദനകളും മാറും. പക്ഷെ കഴുത്തുവേദനയെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗൗരവമായിട്ട് എടുക്കേണ്ട വേദനയാണ്. അതുപോലെ തന്നെ ഈ വേദന പ്രത്യേകിച്ച് തോളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും വ്യാപിപ്പിക്കുന്നുവെങ്കിൽ അതും നമ്മൾ വളരെ പ്രധാനമായി അല്ലെങ്കിൽ വളരെ ഗൗരവമായിട്ട് എടുക്കണം. കാരണം ഈ ഈ ഈ ഈ കഴുത്തിന്റെ വേദന കൈകളിലേക്കും തോളുകളിലേക്കും അല്ലെങ്കിൽ കൈവിരലുകളിലേക്കും ഒക്കെ പിന്നെ വ്യാപിക്കുകയും അതുപോലെ ഇവയ്ക്ക് കൈവിരലുകളിലൊക്കെ ചെറിയ തരിപ്പോ മരവിപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകളുടെ തകരാറിനെയാണ്. അപ്പോൾ സാധാരണ പലപ്പോഴും പല ആളുകളും കഴുത്തുവേദനയായിട്ട് വരുമ്പോൾ പലപ്പോഴും ആ വേദന കൈകളിലേക്കോ അല്ലെങ്കിൽ തോളിലേക്കോ കൈവിരലുകളിലേക്കോ അതുപോലെ കൈവിരലുകളിലുള്ള പെരുപ്പ് മരവിപ്പൊക്കെ പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വേദനകൾ തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത് നമ്മുടെ നാഡീ ഞരമ്പുകൾ അല്ലെങ്കിൽ സ്പൈനൽ കോഡിലെ ഞരമ്പുകളിലുള്ള അവയുടെ പ്രവർത്തന അല്ലെങ്കിൽ അവയുടെ ബലക്ഷയത്തെയാണ് ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള വേദനകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കിന്റെ പ്രശ്നമുള്ളവർ, പ്രത്യേകിച്ചും ഈ ഡിസ്കിന്റെ തേയ്മാനം, അതുപോലെ ഡിസ്കിന്റെ തെള്ളൽ, അതുപോലെ ഡിസ്ക് ഡിസ്പ്ലേസ്മെന്റ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളിലും എന്ത് ചെയ്യും, ഈ കഴുത്തുവേദന വളരെ കൂടുതലായിട്ട് ശക്തമായ വേദന ഇത്തരത്തിലുള്ള ആളുകൾക്കും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വേദന കാലുകളിലേക്കും അതുപോലെ ബലക്ഷയം ഉണ്ടാവുക, നടക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ബാലൻസ് നഷ്ടപ്പെടുക, ഇവയൊക്കെയും ഒരു പരിധിവരെ ഈ നമ്മുടെ സ്പൈനൽ കോഡിന്റെ കംപ്ലൈന്റ് കൊണ്ടിട്ട് വരുന്ന വേദനകളാണ്. അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് 2 ആഴ്ചയിൽ കൂടുതൽ നിലനിൽക്കുന്ന വേദന കഴുത്തുവേദനയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഗൗരവമായിട്ട് എടുക്കണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അസഹ്യമായ രാത്രിയിൽ ഉണ്ടാകുന്ന വേദനകൾ. രാത്രിയിലെ ഉറക്കം കെടുത്തിക്കൊണ്ട് അസഹ്യമായിട്ട് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന വേദന വളരെ കൂടുതലായി രാത്രിയിൽ ഉണ്ടാകുന്നുവെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ ഫോർ ക്യാൻസർ, അല്ലെങ്കിൽ അർബുദത്തെ സൂചിപ്പിക്കുന്ന വേദനകളാണ് അതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും കഴുത്തുവേദന എത്രയും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ആഴ്ചയിൽ കൂടുതലുള്ള വേദനകൾ തീർച്ചയായിട്ടും ഗൗരവമായി എടുക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കഴുത്തിന്റെ എക്സ്റേയോ അതല്ലെങ്കിൽ പിന്നെ MRI സ്കാനോ ഒക്കെ എടുത്തിട്ട് എവിടെയാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി, പ്രധാനമായിട്ടും വേദനകൾക്ക് നമ്മൾ ഇപ്പോഴും പിന്നെ കൂടുതലായി ഡിപ്പെൻഡ് ചെയ്യുന്നത് പെയിൻ കില്ലേഴ്സിനെ തന്നെയാണ്. പിന്നെ മസിലുകളുടെ റിലാക്സേഷന് വേണ്ടിയിട്ട് ചില മസിൽ റിലാക്സൻറ്റും അതുപോലെ മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പോഴും വേദനയുടെ മെയിൻ ട്രീറ്റ്മെന്റ് ഓഫ് ചോയ്സ് ഇപ്പോഴും പെയിൻ കില്ലേഴ്സിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ കഴുത്തുവേദനയെ പറ്റി ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഈ കഴുത്തുവേദനയോടൊപ്പം കഴുത്തിന്റെ ഇരുവശങ്ങളിലേക്കും മുഴകൾ ഉണ്ടാവുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ്. അതുപോലെ വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുന്ന പനി, അതുപോലെ ക്ഷീണം, പെട്ടെന്ന് വെയിറ്റ് കുറയുക, അതുപോലെ വിശപ്പില്ലായ്മ, ഇവയൊക്കെ TB സ്പൈൻ, അതായത് ക്ഷയരോഗത്തിന്റെ ലക്ഷണങ്ങളാകാം. പ്രത്യേകിച്ചും ഈ ട്യൂബർക്കുലോസിസ്, നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് TB വളരെ കൂടുതലാണ്. ലോകത്തിലുള്ള മൊത്തം TBയുടെ 50% അതിൽ കൂടുതലും ഇന്ത്യയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ മുഴകളുമായിട്ട് അല്ലെങ്കിൽ വേദനയോടൊപ്പം ചെറിയ കഴുത്തിന്റെ ഇരുഭാഗത്തും ഉണ്ടാകുന്ന ചെറിയ മുഴകളും, അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, ക്ഷീണം, ദാഹം, അതുപോലെ പെട്ടെന്ന് വെയിറ്റ് കുറയുക, ഇവയൊക്കെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് TB സ്പൈൻ അല്ലെങ്കിൽ എല്ലിന്റെ അല്ലെങ്കിൽ സ്പൈനിന്റെ അല്ലെങ്കിൽ കശേരുക്കളുടെ ക്ഷയരോഗത്തെയാണ് ഒരു പരിധി വരെ ഇവ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടും കഴുത്തുവേദനയിൽ നാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ക്ലാസ് ലൈവ് വരാറായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. ലൈവ് എത്താറായോ? ലൈവ് വരാറായിട്ടുണ്ടോ? സാദിഖ് VTR ലൈവിനാണോ? ആണെങ്കിൽ ഇൻഷാ അല്ലാഹ് സാദിഖ് അറിയില്ലല്ലേ? അല്ല, ഓക്കെ ഫൈൻ.
അപ്പോൾ അതാണ് പ്രധാനമായിട്ടും കഴുത്തുവേദനയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി പലപ്പോഴും കഴുത്തുവേദന ഉള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും നാം ഒക്കെ കാണുന്ന ഒരു പ്രത്യേക പ്രവണതയാണ് പലപ്പോഴും കോളറുകൾ അല്ലെങ്കിൽ സെർവിക്കൽ കോളറുകൾ പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അതിൽ എല്ലാവരും വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഡോക്ടർമാർ കോളർ പ്രിസ്ക്രൈബ് ചെയ്താലും പലപ്പോഴും നമുക്കൊരു വിഷമമാണ്, ഇത് ജീവിതകാലം മൊത്തം ഇടേണ്ട പ്രശ്നമാണോ, അതല്ല പിന്നെ ഇത് നമുക്ക് വളരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊക്കെ പല സംശയങ്ങളും പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സെർവൈക്കൽ കോളർ ശരിക്കും പറഞ്ഞാൽ അത് ഒരു ദീർഘകാലം ഉപയോഗിക്കുന്ന സാധനമല്ല. അത് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം പലപ്പോഴും ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സെർവിക്കൽ കോളർ, അഥവാ കഴുത്തിന് ചുറ്റും വേദന വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കോളർ. ഇത് പല രീതിയിലുണ്ട്. കഴുത്തിന്റെ ഇമ്മൊബിലൈസേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്, അതുപോലെ ഈ കഴുത്തിന്റെ നീർക്കെട്ടും അതുപോലെ തന്നെ അവയുടെ പിന്നെ ഈ പിടുത്തവും ഒക്കെ കുറയ്ക്കാൻ പറ്റുന്ന അങ്ങനെ പലതരത്തിൽ, പ്രധാനമായിട്ടും 4 തരത്തിലാണ് സെർവിക്കൽ കോളർ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പൊ അറിഞ്ഞിരിക്കുക, ഒരു സെർവിക്കൽ കോളർ പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക. അത് ദീർഘനാൾ ഉപയോഗിക്കേണ്ട ഒരു ഇൻഡിക്കേഷൻ ആയിട്ട് ആരും എടുക്കണ്ട. പലപ്പോഴും കുറച്ച് നാൾ ഉപയോഗിക്കുന്നതിന് ശേഷം പലപ്പോഴും നമുക്കത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സെർവിക്കൽ കോളർ. അപ്പൊ ഇതാണ് പ്രധാനമായും കഴുത്തുവേദനയെ പറ്റി നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അടുത്തതായിട്ട് നടുവേദന. ഞാൻ ഈ 2 വേദനകളെ പറ്റി പെട്ടെന്ന് പറഞ്ഞ് ഇൻഷാല്ലാഹ് നിർത്തും. കഴുത്തുവേദനയെ പറ്റി ഞാൻ പറഞ്ഞു. അടുത്തതായിട്ടുള്ളത് നടുവേദനയാണ്. നടുവേദന എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് വിശ്രമം എടുത്തിട്ടും, കഴുത്തുവേദനയെ സംബന്ധിച്ച് 2 ആഴ്ചയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ നടുവേദനയാണെങ്കിൽ ആവശ്യത്തിന് വിശ്രമം എടുത്തിട്ടും അല്ലെങ്കിൽ ഏതാനും ആഴ്ചയിലേറെ നീണ്ടു നിൽക്കുകയും കുറച്ച് ആഴ്ചകൾ നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും അവ ഗൗരവമായി എടുക്കേണ്ട വേദനയാണ്. അപ്പൊ അതിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കാലുകളിലേക്ക് വേദന വ്യാപിക്കുകയും കാലുകൾക്ക് ബലക്കുറവോ അല്ലെങ്കിൽ തരിപ്പോ അനുഭവപ്പെടുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ കഴുത്തുവേദന പോലെ തന്നെ അത് ഞരമ്പുകളുടെ പ്രവർത്തനത്തിന്റെ കുറവ് മൂലമോ അല്ലെങ്കിൽ അവയുടെ ബലഹീനതയാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. പിന്നെ പ്രധാനമായിട്ടും ഉള്ള ഒരു നടുവേദന എന്ന് പറയുന്നത് ഷിയാറ്റിക്ക എന്ന് പറയുന്ന ഒരു നടുവേദനയാണ്. ഷിയാറ്റിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ നടുവിന്റെ പുറകുവശത്ത് നിന്നും കാലിന്റെ താഴെ വരെ എത്തുന്ന ഒരു പ്രത്യേക ഞരമ്പുണ്ട്, അതിന്റെ പേരാണ് ഷിയാറ്റിക് നർവ്. അപ്പൊ ആ ഞരമ്പിന്റെ കോഴ്സിലൂടെ അല്ലെങ്കിൽ ആ ഞരമ്പ് പോകുന്ന സ്ഥലങ്ങളിൽ മൊത്തം വേദന അനുഭവപ്പെടുന്നുണ്ടോ എങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് ഷിയാറ്റിക്ക. അപ്പൊ ശരിക്കും ആ വേദന നമ്മുടെ നടുവിൽ നിന്നും തുടങ്ങി കാലിന്റെ പിറകിലൂടെ ഏറ്റവും താഴെ കാലിന്റെ ഉപ്പൂറ്റി വരെ വ്യാപിപ്പിക്കുന്ന ഒരു വേദനയായിട്ടാണ് പലപ്പോഴും ഈ ഷിയാറ്റിക്ക വരുന്നവർ സാധാരണയായിട്ട് പറയാറുള്ളത്. അപ്പൊ അതും ഒരു നടുവേദന തന്നെയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നടുവേദന വരുന്ന ആളുകൾക്ക് നമ്മുടെ ഈ മലമൂത്ര വിസർജനത്തിൽ ഉണ്ടാകുന്ന കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ യൂറിനേഷനും ഡിഫിക്കേഷനും മലവും മൂത്രവും പുറത്തേക്ക് കളയാനുള്ള ആ കൺട്രോള് പോകുക, അല്ലെങ്കിൽ അവയെ പൂർണ്ണമായിട്ടും നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്നത് നമുക്ക് പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല തുടങ്ങിയ പ്രയാസങ്ങളൊക്കെ വരുന്നുവെങ്കിൽ ഇവ ശരിക്കും ഈ നാഡികളുടെ അല്ലെങ്കിൽ ഞരമ്പുകളുടെ, പ്രത്യേകിച്ചും പൊക്കിളിന് താഴേക്കുള്ള ഞരമ്പുകളുടെ പ്രശ്നമായിരിക്കാം പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കാണുന്നത് നടുവേദനയുള്ള ചില ആളുകളൊക്കെ പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ കംപ്ലൈന്റ് ചെയ്യാറുണ്ട്, മൂത്രം പൂർണ്ണമായും പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ടും അത് ഞരമ്പുകളുടെ അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിന്റെ പ്രധാനമായിട്ടുള്ള അവയുടെ പ്രവർത്തനം നഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് പ്രധാനമായിട്ടും ഇത്തരത്തിലുള്ള വേദനകൾ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രാത്രിയിൽ ഉണ്ടാകുന്ന കഠിനമായ വേദന പലപ്പോഴും അർബുദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പ്രത്യേകിച്ച് നടുവിന്റെ അവസ്ഥയിൽ വളരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതികഠിനമായ വേദന രാത്രിയിൽ ഉണ്ടാകുമ്പോൾ, കഴുത്തുവേദനയിൽ നിന്നും വളരെ കൂടുതലായി അതികഠിനമായിട്ടുള്ള വേദന രാത്രി സമയങ്ങളിൽ ഉണ്ടാകുന്നത് പലപ്പോഴും അർബുദത്തിലേക്കാണ് പലപ്പോഴും വിരൽ ചൂണ്ടുന്നത്. അപ്പോൾ നടുവേദന പല രീതിയിലുണ്ടെങ്കിലും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞവയാണ്. കുട്ടികളിലായാലും അതുപോലെ തന്നെ പ്രായമേറിയ ആളുകളിലായാലും നമ്മൾ നടുവേദന തീർച്ചയായിട്ടും ഗൗരവമായി എടുക്കണം. പ്രത്യേകിച്ച് പലപ്പോഴും കുട്ടികൾ നടുവേദന പറയുമ്പോൾ പല ആളുകളും പലപ്പോഴും അത് ഒരു ബുദ്ധിമുട്ടല്ല അല്ലെങ്കിൽ നമ്മൾ നിസാരമായി എടുക്കാറുണ്ട്. അങ്ങനെയല്ല, കുട്ടികളിലും നടുവേദന തീർച്ചയായിട്ടും ഗൗരവമായി തന്നെ എടുക്കണം. കാരണം പലപ്പോഴും ഈ കുട്ടികളിൽ ഉണ്ടാകുന്ന ചില റുമാറ്റിക് ആർത്രൈറ്റിസ്, ജുവനൈൽ റുമാറ്റിക് ആർത്രൈറ്റിസ്, പ്രത്യേകിച്ച് കുട്ടികളിൽ കാണപ്പെടുന്ന JRA പോലുള്ള അസുഖങ്ങളിലൊക്കെ പലപ്പോഴും പ്രസന്റിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് നടുവേദന തന്നെയായിരിക്കും. അപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും തീർച്ചയായിട്ടും ആവശ്യത്തിന് വിശ്രമം എടുത്തിട്ടും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഗൗരവമായി എടുക്കുക തന്നെ വേണം. അതുപോലെ തന്നെ
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാലിലേക്ക് വരുന്ന വേദന, കാലിലേക്കുണ്ടാകുന്ന തരിപ്പ്, കാലിലേക്കുണ്ടാകുന്ന പെരുപ്പ്, കാലുകൾക്ക് ബലക്കുറവുണ്ടാവുക, അതുപോലെ തന്നെ പിന്നെ ഷയാറ്റിക്ക പോലത്തെ വേദനകൾ, ഇവയൊക്കെയും ശരിക്കും പറഞ്ഞാല് വളരെയധികം നാം വളരെ കൂടുതൽ ശ്രദ്ധാപൂർവം ട്രീറ്റ് ചെയ്യേണ്ട ചില അവസ്ഥാവിശേഷങ്ങളാണ്. അപ്പോ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല്, നടുവേദനയായാലും കഴുത്തുവേദനയായാലും ആവശ്യത്തിന് വിശ്രമം എടുത്തിട്ടും ഇവ തുടർന്നുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരു വൈദ്യസഹായം തേടുന്നത് പലപ്പോഴും നല്ലതായിരിക്കും. ഈ വേദന പല രീതിയിലും നമുക്ക് അകറ്റാം. പ്രധാനമായിട്ടും നമുക്കിപ്പോ അലോപ്പതിയിൽ നമുക്കിപ്പോ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള രീതികളിലൂടെ നമുക്കൊരു പരിധിവരെ വേദന അകറ്റാം. പക്ഷെ ഏതായിരുന്നാലും ഞാൻ ഈ പറഞ്ഞതുപോലെ ആവശ്യത്തിന് വിശ്രമവും അതുപോലെ തന്നെ പിന്നെ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വേദനയുമാണെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ട രീതിയിൽ ഗൗരവപൂർവ്വം എടുക്കണം എന്ന് തന്നെയാണ് ഇന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ ഒരു രത്നച്ചുരുക്കം. അപ്പൊ ഏതായിരുന്നാലും ഇത്രമാത്രം തൽക്കാലം പറയുന്നു. ഏതായിരുന്നാലും നമ്മുടെ ലൈവിന്റെ സമയം ഏതാണ്ട് അടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തൽക്കാലത്തേക്ക് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് സമയം അനുവദിക്കാത്തത് കൊണ്ടിട്ട് തൽക്കാലം നിർത്തുന്നു. ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങളോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആളുകൾക്ക് ചോദിക്കാം. ഇപ്പോ ഇൻഷാ അല്ലാഹ് ഇവിടെ ഞാൻ പെട്ടെന്ന് നിർത്താനൊരു കാരണം പലപ്പോഴും സമയം കുറവായത് കൊണ്ടാണ് ക്ലാസ് റൂമിൽ എത്താത്തത്. പക്ഷെ എങ്ങനെയെങ്കിലും ക്ലാസ് റൂമിൽ ഒന്ന് എത്തിപ്പെട്ടാല് ആ സമയത്ത് വേറെ എന്തെങ്കിലും ഒരു തിരക്കുകൾ. ഇപ്പം തന്നെ ഞാൻ ഒരു മണിക്കൂർ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ പെട്ടെന്ന് നിർത്താനുള്ള കാരണം എന്നെ കാത്ത് ഒരു 5-6 പേഷ്യൻസ് താഴെ ഇരിക്കണം. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ക്ലാസ് റൂമിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് പേഷ്യൻസ് വന്നോളൂ. അപ്പൊ അവരെ നമുക്ക് വിഷമിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നിർത്തുന്നതാണ്. അപ്പൊ എന്റെ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, വളരെ പെട്ടെന്ന് ഇതാക്കിയത് തന്നെ അതുകൊണ്ടാണ്. അപ്പൊ കൂടുതൽ ആളുകൾ വരുന്നതിന് മുമ്പ് അവരെ അങ്ങ് ഡിസ്പോസ് ചെയ്താൽ എനിക്ക് വൈകിട്ടൊന്ന് പുറത്തേക്ക് പോവുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ടിട്ടാണ്. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. മുമ്പത്തെ പോലെയുള്ള ഒരു സമയം പലപ്പോഴും ഇപ്പൊ ലഭിക്കുന്നില്ല. അത് ബുദ്ധിമുട്ട് തന്നെയാണ് ക്ലാസ് റൂമിലേക്ക് കയറുന്നതിന്. ഏതായിരുന്നാലും നമ്മൾ ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും അല്ലാഹു അവന്റെ അടുക്കൽ ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. اللهم بارك لنا في شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. رب ارحمهم كما ربياني صغيرا. صلى الله على خير خلقه سيدنا محمد وآله وصحبه وسلم. السلام عليكم. دعاء وصيتورة. السلام عليكم ورحمة الله وبركاته. വലൈക്കും അസ്സലാം റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ശുക്രൻ യാ ഡോക്ടർ, ജസാക്കല്ലാഹു ഖൈറൻ ജസാ. കുറച്ച് ടൈമാണെങ്കിൽ നല്ലൊരു വിഷയമാണ് നമുക്ക് പറഞ്ഞു തന്നത്. നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചോക്ലേറ്റിനെ കുറിച്ച് പലവരും ശ്രദ്ധിക്കുന്നില്ല. ഇന്ന് ഗൾഫിൽ നിന്നൊക്കെ പോകുമ്പോൾ കുട്ടികൾ മിഠായി വേണം പറഞ്ഞാൽ എല്ലാവരും കൊടുക്കുകയാണ്. കഴിക്കാൻ പറ്റുന്നതാണോ അല്ലാത്തതാണോന്നും ശ്രദ്ധിക്കുന്നില്ല. അവർ എത്രയോ പേരങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അവർക്കുള്ളൊക്കെ ഇങ്ങനത്തെ നല്ല ക്ലാസ് കിട്ടിയാൽ എത്ര വലിയൊരു ഉപകാരമാകും. നല്ല നല്ല ക്ലാസ്സാണ്. നമുക്ക് തീർച്ചയായിട്ടും നമ്മളിതൊക്കെ ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ കൂട്ടുകാർക്കും പകർന്നു കൊടുക്കണം. കാരണം നമ്മൾ അസുഖം ഒരിക്കലും വിളിച്ചു വരുത്തരുത്. ഉള്ള അസുഖം മാറ്റാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുക, അത് മറ്റുള്ളവർക്ക് പകർത്തുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സാറിന് ജോലിയിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം നമുക്ക് ഈ KMS വന്നുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുവാനും അത് കേട്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പിന്നെ അതുപോലെ കേൾക്കുന്ന റേഡിയോ ശ്രോതാക്കൾ, സൈറ്റ് വഴി കേൾക്കുന്നവരെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്ത് സംശയമുണ്ടെങ്കിൽ അത് തീർക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ KMS. അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെക്കോർഡിങ്